നായകന്റെ ഭാര്യയും കാമുകിയും ഒരേ സമയം ഗർഭിണിയാകുന്നു. പിന്നീട് നായകൻ തന്റെ ജീവിതത്തിൽ നേരിടുന്നത് വലിയ വലിയ വെല്ലുവിളികളായിരുന്നു. നായകന്റെ ഈ കള്ളത്തരം ഭാര്യയും കാമുകിയും തിരിച്ചറിയുമോ എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് ഹേ ജവാനി ജോ ഇഷ്ക് ഹോന ഹേ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തേക്കാനും മറക്കരുതേ. കഥ ആരംഭിക്കുമ്പോൾ നായികയായ ബാനിയെയും നായകനായ ജാസിനെയുമാണ് കാണിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാരായ ബാനിയും ജാസും ഇനി ഒത്തുപോകാൻ കഴിയാത്തതിനാൽ ഡിവോഴ്സ് ചെയ്യാൻ ഒരുങ്ങുന്നു. അതിന് മുൻകൈ എടുക്കുന്നത് ബാനിയാണ്. രണ്ടാളും ഡിവോഴ്സിന് മുൻപുള്ള കൗൺസിലിംഗിന് എത്തിയിരിക്കുന്നു. ജാസിന് ഡിവോഴ്സ് വേണ്ട, പക്ഷേ ബാനിക്ക് ഡിവോഴ്സ് വേണം. രണ്ടാളുടെയും വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഇതുവരെയും അവർക്ക് രണ്ടാൾക്കും കുട്ടികളില്ല. ജാസിനാണെങ്കിലോ കുട്ടി വേണമെന്ന് നല്ല താല്പര്യം. പക്ഷേ ബാനിക്ക് താല്പര്യമില്ല. അത് കാരണമാണ് രണ്ടാൾക്കുമിടയിൽ പ്രശ്നമുണ്ടായതും ബാനിക്ക് ഡിവോഴ്സ് വേണമെന്നും ആവശ്യപ്പെട്ടത്. ഇവർ രണ്ടാളും ആദ്യം കണ്ടുമുട്ടിയത് ഒരിക്കൽ ബാനി കൂട്ടുകാർക്കൊപ്പം കാറിൽ വരുമ്പോൾ ജാസിന്റെ കാറ് ഓപ്പോസിറ്റ് വരുന്നു. കാറ് മാറ്റുവാനായിട്ട് ബാനി പറയുമ്പോൾ ജാസ് കേൾക്കില്ല. ബാനി മനഃപൂർവ്വം തന്നെ ഇടിച്ചുകൊണ്ട് കാർ എടുത്തുകൊണ്ട് പോകും. സാധാരണ എല്ലാവർക്കും ഈ ഒരു സാഹചര്യം ഉണ്ടായാൽ ദേഷ്യം തോന്നാറില്ലേ പതിവ്? പക്ഷേ ഇവിടെ ജാസിന് ബാനിയോട് ക്രഷാണ് തോന്നിയത്. ബാനിയും കൂട്ടുകാരനും ചേർന്ന് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയൊക്കെ നടത്തുകയാ. ഒരിക്കലൊരു കല്യാണത്തിന്റെ ഫോട്ടോ എടുക്കുവാനായിട്ട് ജാസും കൂട്ടുകാരനും എത്തും. അവിടെ വെച്ച് ബാനിയെ കാണുന്നു. ബാനിയെ പരിചയപ്പെടുവാനായിട്ട് ജാസ് ശ്രമിക്കുമ്പോഴാണ് അന്നേ ദിവസം ബാനിയുടെ കല്യാണമാണെന്ന് ജാസ് അറിയുന്നത്. ജാസ് ആകെ തകർന്നു പോകും. മാത്രവുമല്ല, പയ്യനെ കാണുവാനായിട്ട് ഒട്ടും തന്നെ ബാനിക്ക് ചേരില്ല. അതവൻ ബാനിയോട് വന്ന് പറഞ്ഞിട്ടും ബാനി കേൾക്കുന്നതേയില്ല. ആ ദേഷ്യത്തിൽ ജാസ് കല്യാണ പയ്യനിട്ട് നല്ലത് കൊടുക്കും. അതറിയുന്ന ബാനി ജാസിനെ പറ്റിക്കുവാനായിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നും ഇന്ന് വിവാഹം നടക്കുന്നത് തന്റെ സഹോദരിയുടേതാണെന്നും തുറന്നു പറയുന്നു. അതോടുകൂടിയാണ് ജാസിന് സമാധാനമാകുന്നത്. പിന്നീട് അങ്ങോട്ട് രണ്ടാളും നല്ല ഫ്രണ്ട്സ് ആകുന്നു. രണ്ടാളും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും ഒക്കെ ചെയ്യും. അതേ ഗ്യാപ്പില് ബാനിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൻ തുറന്നു പറയുന്നു. വിവാഹം കഴിക്കുവാനായിട്ട് താല്പര്യമുണ്ടെന്നും ജാസ് പറയും. ബാനിക്കും ജാസിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ ഒരു കാര്യം അവളും തുറന്നു പറയുകയാണ്. എങ്കിൽ ഇന്ന് രാത്രി തന്നെ നമുക്ക് വിവാഹം കഴിക്കാം, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരുവാനായിട്ടും ജാസ് പറയും. പെട്ടെന്ന് വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക എന്നൊക്കെ ബാനി ചിന്തിക്കുന്നു. അങ്ങനെ രാത്രിയായി. ജാസും കൂട്ടുകാരനും ഒരു സ്വാമിക്കൊപ്പം കാത്തിരിക്കുകയാണ്. ഏകദേശം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞു. ബാനി വന്നില്ല. ഇനി അവൾ വരില്ലേ, പറ്റിച്ചോ എന്നൊക്കെ ജാസ് ചിന്തിച്ചു നിൽക്കുന്ന സമയമാണ് ബാനി അവിടേക്ക് വരുന്നത്. അങ്ങനെ രണ്ടാളും വിവാഹം കഴിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ബാനിയും ജാസും വിവാഹം കഴിച്ചത്. ഈ ഒരു വിവാഹത്തിന് ബാനിയുടെ വീട്ടുകാർ നല്ല എതിർപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. ജാസും ബാനിയും ചേർന്ന് പുതിയൊരു വീടെടുത്താണ് താമസിക്കുന്നത്. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഓരോ തവണയും ജാസ് ബാനിക്കടുത്തെത്തുന്ന സമയത്ത് അവൾ സേഫ്റ്റിക്കായിട്ടുള്ള സാധനമൊക്കെ കയ്യിൽ കരുതും. കാരണം ബാനിക്ക് ഇപ്പോഴൊന്നും കുട്ടികളോട് താല്പര്യമേ ഇല്ല. അവൾ ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ പ്രൊഫഷനിൽ ഫോക്കസ് ചെയ്യുക, അത് മാത്രമായിരുന്നു ബാനിയുടെ ലക്ഷ്യം. പക്ഷേ ജാസിന് കുട്ടികൾ വേണം. ഇതേ ചൊല്ലി രണ്ടാൾക്കുമിടയിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണിപ്പോൾ ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ട് ബാനി കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. കോടതി പറയുന്നത് 6 മാസം നിങ്ങൾക്ക് കൗൺസിലിംഗ് പീരീഡാണ്, അത് അറ്റൻഡ് ചെയ്യണമെന്നായിരുന്നു. അങ്ങനെയാണ് അവർ ഇപ്പോൾ കൗൺസിലിംഗിനും എത്തിയിരിക്കുന്നത്. കൗൺസിലിംഗ് കഴിഞ്ഞിട്ടും ബാനി ഡിവോഴ്സിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ അവർ കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുകയാണ്. ബാനി ഇനി എന്തായാലും ജാസിനൊപ്പം നിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ച് തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് തന്റെ വീട്ടിലേക്ക് പോകുവാനായും തയ്യാറെടുക്കുക. പക്ഷെ അവർക്കിടയിൽ ദേഷ്യമോ വാശിയോ വൈരാഗ്യമോ അങ്ങനെ ഒന്നും തന്നെയില്ല. പഴയ കൂട്ടുകാരെ പോലെ തന്നെയാണ് അവർ ഇപ്പോഴും സംസാരിക്കുന്നത്. എന്തായാലും പോകുന്നതിന് മുൻപ് നമുക്കൊന്ന് ആഘോഷിച്ചാലോ എന്ന് തീരുമാനിച്ച് അവിടെ ഉണ്ടായിരുന്ന മദ്യം കുടിക്കുവാനായിട്ടും രണ്ടാളും തീരുമാനിക്കുന്നു. ആ സീൻ അവിടെ കട്ടായി 2 മാസങ്ങൾക്ക് ശേഷം ലണ്ടനാണ് കാണിക്കുന്നത്. തന്റെ കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് ട്രൂത്ത് ഓർ ഡെയർ കളിക്കുകയായിരുന്നു അടുത്ത നായികയെ പ്രീത്. പ്രീതിനോട് കൂട്ടുകാരികൾ ആവശ്യപ്പെടുന്നത്, ദേ ആ നിൽക്കുന്ന ഫോട്ടോഗ്രാഫറെ കണ്ടില്ലേ, നീ അവനെ പോയി കിസ് ചെയ്യണം എന്നതായിരുന്നു. ആ ഫോട്ടോഗ്രാഫർ മറ്റാരുമല്ല, നമ്മുടെ ജാസ് തന്നെയാണ്. ജാസ് ഇപ്പോൾ ഉള്ളത് ലണ്ടനില. ജാസിനെ കാണുന്ന പ്രീത് ഷോക്കായി നിൽക്കുകയാണ്. കാരണം പ്രീതിന് ജാസിനെ മുൻപേ അറിയാമായിരുന്നു. എങ്ങനെയെന്നാൽ ഒരിക്കൽ പ്രീത് ട്രിപ്പ് പോകുന്ന സമയത്ത് പ്രീതിന് ചെറിയൊരു അപകടം സംഭവിക്കുന്നു. അവൾ പുഴയിലേക്ക് വീണു. ജാസ് ആയിരുന്നു അവളെ രക്ഷിച്ചത്. അവൾക്ക് CPRും കൊടുത്തു. അവളുടെ ജീവൻ രക്ഷിച്ച ജാസിനെ അവൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതാണ് ജാസിനെ കണ്ട് പ്രീത് ഷോക്കായി നിന്നത്. കൂട്ടുകാർ പറഞ്ഞതനുസരിച്ച് പ്രീത് ജാസിന്റെ അടുത്തേക്ക് ചെന്ന് അവനെ കിസ് ചെയ്യും. എന്നിട്ട് പോകുന്ന സമയത്ത് അവന്റെ കയ്യിൽ ചെറിയൊരു പേപ്പറും കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ആ പേപ്പറിൽ ഉണ്ടായിരുന്നത് ഇന്ന് വൈകിട്ട് ഒരു പാർട്ടി നടക്കും, ആ പാർട്ടിയിൽ ഞാനുണ്ടാകും, അവിടേക്ക് വരണമെന്നായിരുന്നു. അത് കാണുന്ന ജാസ് ഉടനെ തന്നെ പ്രീത് പറഞ്ഞ
സ്ഥലത്തേക്ക് വൈകുന്നേരം എത്തുന്നു. അവിടെ പ്രീതും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒരുപാട് എൻജോയ് ചെയ്യും. പ്രീത് വീണ്ടും പോകാനിറങ്ങുന്ന സമയത്ത് വീണ്ടും ഒരു പേപ്പർ കൊടുത്തിട്ടാണ് പോകുന്നത്. ആ പേപ്പറിൽ അവളുടെ വീടിന്റെ അഡ്രസ്സും ഏത് വഴിയിൽ കൂടി കയറി തന്റെ റൂമിലേക്ക് വരണം എന്നതൊക്കെയായിരുന്നു എഴുതിയിരുന്നത്. അത് കാണുന്ന ജാസിന് ഒരുപാട് സന്തോഷമാകും. പ്രീത് പറഞ്ഞതനുസരിച്ച് പ്രീതിന്റെ വീട്ടിലേക്ക് ജാസ് എത്തുന്നു. കഷ്ടപ്പെട്ട് അവൾ പറഞ്ഞ വഴിയിലൂടെയൊക്കെ കയറി അവളുടെ റൂമിലേക്ക് എത്തും. പ്രീതിന്റെ മുറിയിലേക്ക് എത്തുന്ന ജാസിനെ ആരോ തലയിലൂടെ തുണിയിട്ട് അവിടെ നിന്നും വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. അത് മറ്റാരുമല്ല, പ്രീതിന്റെ ചേട്ടനായിരുന്നു. പ്രീതിന്റെ ചേട്ടൻ ഒരു ഗുണ്ടയാണ്. ജാസിനെ തല്ലുവാനായിട്ട് ഒരുങ്ങുന്ന സമയം തന്നെയായിരുന്നു അവിടേക്ക് പ്രീത് വരുന്നത്. ചേട്ടാ, ഒന്നും ചെയ്യല്ലേ, ഞാൻ പറഞ്ഞിട്ടാ വന്നതെന്നും പ്രീത് പറയുന്നു. അത് കാണുന്ന ചേട്ടൻ ചോദിക്കുന്നത്, അതിന് നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം, പ്രണയമാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, പ്രണയിക്കുവാനായിട്ട് പോവുകയാണെന്നായിരുന്നു പ്രീതിന്റെ മറുപടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പ്രണയിച്ചു എന്ന് പറഞ്ഞ് ചേട്ടനും അതിന് സമ്മതിക്കുന്നു. അനുജത്തിയുടെ ഇഷ്ടം എന്താണോ അതാണ് ചേട്ടന്റെയും ഇഷ്ടം. അങ്ങനെ അവർ രണ്ടുപേരും പ്രണയിക്കുവാനായും ആരംഭിച്ചു. ഒരുമിച്ച് ഓരോ സ്ഥലങ്ങളിൽ കറങ്ങി നടക്കുക, ഒരുമിച്ച് താമസിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു ജാസിന്റെയും പ്രീതിന്റെയും പരിപാടി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകെ ഒരു ദിവസം ജാസിന്റെ വീട്ടില് ഒരാൾ കോളിംഗ് ബെല്ലടിക്കുന്നു. കതക് തുറന്നു നോക്കുമ്പോഴോ അത് ബാനിയായിരുന്നു. 6 മാസങ്ങൾക്ക് ശേഷം ബാനി ഇപ്പോൾ വീണ്ടും തിരികെ വന്നിരിക്കുന്നു. ബാനിയാണെങ്കിൽ ഒരുപാട് സന്തോഷത്തിലാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ബാനിയെ കണ്ടിട്ടും ജാസ് വല്ലാതെ ഷോക്കായി നിൽക്കുന്നു. അകത്തേക്ക് കയറിയ ബാനി താൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ജാസിനോട് പറയും. മറ്റൊരാളോടൊപ്പം പോയി പ്രഗ്നന്റ് ആയതാണെന്നാണ് ജാസ് കരുതിയിരിക്കുന്നത്. അത് പറയുമ്പോൾ ദേഷ്യം വന്ന ബാനി അവനിട്ടൊന്ന് കൊടുത്തിട്ട്, അന്ന് എന്താണ് സംഭവിച്ചതെന്ന് നിനക്ക് ഓർമ്മയില്ലേ എന്ന് ബാനി ചോദിച്ചിട്ട് നടന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നു. കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് രണ്ടാളും വീട്ടിലേക്കെത്തി. ബാനി തന്റെ വീട്ടിലേക്ക് പോകുവാനായിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്ന സമയം അവർ അവസാനമായിട്ടൊന്ന് മദ്യപിക്കുവാനായിട്ടും തീരുമാനിച്ചു. അങ്ങനെ മദ്യപിച്ച് കിളി പറന്ന സമയം രണ്ടുപേരും ചേർന്ന് ഫിസിക്കൽ റിലേഷൻഷിപ്പിലും ഏർപ്പെടുന്നു. പക്ഷേ പ്രൊട്ടക്ഷൻ ഒന്നും യൂസ് ചെയ്തില്ല. അങ്ങനെയാണ് ബാനി പ്രഗ്നന്റ് ആയത്. ബാനിക്ക് കുട്ടികളോടൊന്നും താല്പര്യമില്ലാത്ത ആളായിരുന്നല്ലോ. പക്ഷേ അവളുടെ വയറ്റിലൊരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം അവൾക്ക് അതിനോടുള്ള താല്പര്യമൊക്കെ വന്നു. അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് അവൾ ജീവിക്കുവാനായിട്ടും തുടങ്ങി. നിയമപരമായിട്ട് അവർ ഡിവോഴ്സ് ആകാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും ബാനി ജാസിന്റെ ഭാര്യയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ജാസ്. അതേസമയമായിരുന്നു പ്രീതിന്റെ കോള് വരുന്നത്. ബാനി അറിയാതെ മാറി നിന്ന് കോൾ എടുക്കുകയാണ് ജാസ്. എത്രയും വേഗം നീ എന്റെ വീട്ടിലേക്ക് വരണം, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നായിരുന്നു പ്രീത് പറഞ്ഞത്. അതനുസരിച്ച് ജാസ് പ്രീതിന്റെ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലേക്ക് എത്തുന്ന ജാസിനോട് ഞെട്ടിക്കുന്നൊരു കാര്യമാണ് പ്രീത് പറയുന്നത്. പ്രീത് ഇപ്പോൾ പ്രഗ്നന്റ് ആണെന്ന്. പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയ കാർഡും എടുത്ത് കാണിക്കുന്നു. അതും കൂടി ആയപ്പോൾ ജാസ് ആകെ ഷോക്കാകുന്നു. ബാനിയും പ്രഗ്നന്റ്, പ്രീതും പ്രഗ്നന്റ്. ഇനി എന്ത് ചെയ്യുമെന്ന് അവൻ ചിന്തിച്ചു നിൽക്കുകയാണ്. പ്രീതിന്റെ വീട്ടിൽ നിന്നും വെപ്രാളപ്പെട്ടിറങ്ങി ഓടുന്ന ജാസ് നേരെ എത്തുന്നത് തന്റെ കൂട്ടുകാരനടുത്തേക്ക്. കൂട്ടുകാരനോട് ഈ ഒരു കാര്യമൊക്കെ തുറന്നു പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ് രണ്ടാളും. അടുത്ത ദിവസം ബാനിയും കൂട്ടി ജാസ് നേരെ പ്രീതിനടുത്തേക്ക് എത്തും. പ്രീതിനോട് ഇതെന്റെ ഭാര്യയാണെന്നും ആദ്യം ഞങ്ങൾ ഡിവോഴ്സിന് തയ്യാറായതാണെന്നും ഇപ്പോൾ അവൾ പ്രഗ്നന്റ് ആണെന്നും തുറന്നു പറയുന്നു. അത് കേൾക്കുന്നതോടുകൂടി ദേഷ്യം വന്ന പ്രീത് തോക്കെടുത്ത് ബാനിയെ വെടിവെക്കുകയാണ്. സത്യത്തിൽ അത് ജാസിന്റെ ഒരു തോന്നൽ മാത്രമായിരുന്നു. പ്രീതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അവൾ പ്രതികരിക്കുക എന്നുള്ള കാര്യം ജാസ് ചിന്തിക്കുകയാണ്. അതേ സമയമായിരുന്നു ജാസിനടുത്തേക്ക് പ്രീതിന്റെ ചേട്ടൻ വരുന്നത്. പ്രണയിക്കാൻ പറഞ്ഞപ്പോൾ നീ എന്റെ സഹോദരിയെ പ്രഗ്നന്റ് ആക്കിയല്ലേ എന്ന് ചേട്ടൻ ദേഷ്യപ്പെടും. അതേ സമയം തന്നെയായിരുന്നു തന്റെ സഹോദരിയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, രണ്ടുപേരുടെയും വിവാഹം നടത്തണമെന്നും ചേട്ടൻ തീരുമാനിക്കുന്നത്. അത് കേൾക്കുന്ന ജാസ് ആകെ ഷോക്കായി പോകും. നിയമപരമായിട്ട് അവർ ഡിവോഴ്സ് ആയിട്ടുമില്ല. മാത്രമല്ല ബാനി ഇപ്പോൾ പ്രഗ്നന്റ്. ഇതിനെല്ലാത്തിനും ഒരു വഴി കണ്ടെത്തണമെന്ന് തീരുമാനിച്ച് ജാസ് ഒരു കാര്യം പ്രീതിന്റെ ചേട്ടനോട് പറയുന്നു. എന്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്റെ കല്യാണം എന്റെ മക്കള് കാണണം. അതിനു വേണ്ടിയിട്ട് കുറച്ചു നാളൊന്ന് വെയിറ്റ് ചെയ്യാം. കുഞ്ഞായതിനു ശേഷം മതി ഞങ്ങളുടെ കല്യാണം എന്നായിരുന്നു ജാസ് പറയുന്നത്. അത് കേട്ട് പ്രീതിനും ഒരുപാട് ഇഷ്ടമാകുന്നു. ഇത് നല്ല ഐഡിയ ആണല്ലോ എന്ന് ചിന്തിച്ച് പ്രീതും സമ്മതിക്കും. പ്രീതിന്റെ ചേട്ടനും സമ്മതിക്കും. അതേ സമയമായിരുന്നു ജാസിനൊരു കോൾ വരുന്നത്. ജാസിന്റെ വീടിന്റെ അയൽപക്കത്തെ സ്ത്രീയാണ് വിളിച്ചിരിക്കുന്നത്. എത്രയും വേഗം അവിടേക്ക് വരണമെന്നും ജാസിനോട് ആവശ്യപ്പെടുന്നു. ജാസ് ചെന്നു നോക്കുമ്പോഴോ വയറുവേദന എടുത്ത് വയ്യാത്തൊരവസ്ഥയിലിരിക്കുന്ന ബാനിയാണ് കാണുന്നത്. ബാനിയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിലെത്തി ഡോക്ടറിനെ കാണിക്കുമ്പോൾ ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല, സൂക്ഷിച്ചാൽ മതിയെന്നും ഡോക്ടർ പറയും. മാത്രവുമല്ല
ജാസിനെ കുറിച്ച് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയാണ് ഡോക്ടർ സംസാരിക്കുന്നത്. ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ബാനിക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു ജാസ്. അപ്പോൾ അവിടേക്ക് പ്രീതും അവളുടെ ചേട്ടനും ആളുകളും ഒക്കെ വരുന്നത് കാണുന്നു. പ്രീതിന് പെട്ടെന്ന് വയറുവേദന വന്നു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കാണിക്കുവാനായി കൊണ്ടുവന്നതാണ്. ഇവർ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമല്ലോ എന്ന് ചിന്തിച്ച ജാസ് ബാനിയെ ക്യാൻറ്റീനിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് ഒളിച്ചു നിൽക്കുന്നു. പക്ഷേ ഒളിച്ചിരിക്കുകയായിരുന്ന ജാസിനെ പ്രീത് കാണുന്നു. പ്രീത് ജാസിനെ തന്റെ അടുത്തേക്ക് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രീതിനെ ഡോക്ടർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ പ്രശ്നമേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പവുമില്ല എന്നുള്ള കാര്യം ഡോക്ടർ പറയും. എന്നാൽ ജാസിന് പ്രീതിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. ഡോക്ടറിനെ കാണുവാനായിട്ട് ജാസിന് പറ്റില്ലല്ലോ, കാരണം നേരത്തെ ബാനിയെ കൊണ്ട് ഇതേ ഡോക്ടറിനെ തന്നെയാണല്ലോ കാണിച്ചത്. അപ്പോൾ എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച് ജാസ് ഉടനെ തന്നെ വേറൊരു ഡ്രസ്സൊക്കെ മാറി മുഖത്ത് മാസ്ക് ഒക്കെ വെച്ചാണ് പ്രീതിനടുത്തേക്ക് ചെല്ലുന്നത്. അത് കാണുന്ന ഡോക്ടർ നീ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹസ്ബൻഡ് ആണല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ജാസിനെ പുകഴ്ത്തുന്നു. അത് ബാനിക്കൊപ്പം വന്ന ആളാണെന്നുള്ള കാര്യം ഡോക്ടറിന് അറിയത്തേയില്ല. മാത്രമല്ല ഡോക്ടർ ജാസിനോട് ഒരു കാര്യം കൂടി പറയുന്നു. ചെറിയ പ്രശ്നമുണ്ട്, അവൾക്ക് സ്ട്രെസ് കൊടുക്കുന്ന ഒരു കാര്യവും ചെയ്യരുത്, വിഷമം വരുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ പറയാനും പാടില്ല എന്ന് പ്രത്യേകം ഡോക്ടർ എടുത്ത് പറയുന്നു. ഇത് തന്നെയാണ് ബാനിയുടെ കാര്യത്തിലും ഡോക്ടർ പറഞ്ഞിരുന്നത്. ജാസിന്റെ കള്ളത്തരങ്ങളെല്ലാം ആ ഹോസ്പിറ്റലിലുണ്ടായിരുന്ന ഒരു നഴ്സ് കണ്ടുപിടിക്കുകയാണ്. ബാനിയുടെ ഹസ്ബൻഡും പ്രീതിന്റെ ഹസ്ബൻഡും ഒന്നാണെന്നുള്ള കാര്യം നഴ്സിന് മനസ്സിലായി. ഈ ഒരു കാര്യം ആരോടും പറയണ്ടെങ്കിൽ എനിക്ക് കാശ് തരണമെന്ന് പറഞ്ഞ് ജാസിന്റെ കയ്യിൽ നിന്നും നഴ്സ് കുറെ കാശ് വാങ്ങുന്നു. ബാനിയും പ്രീതും ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ജാസ് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നം സോൾവ് ആക്കണമെന്നാണ് അവൻ ചിന്തിക്കുന്നത്. പക്ഷേ ഒരു ദിവസം ബാനിയും പ്രീതും പരസ്പരം കണ്ടുമുട്ടുന്നു. ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് നടക്കുകയാണ്. ആ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ബാനിയും പ്രീതും എത്തിയിരിക്കുന്നത്. അവിടെ വെച്ച് രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുന്നു. ആ ഒരു ക്ലാസ്സിൽ പറയുന്നത് ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭർത്താവ് മറ്റ് സ്ത്രീകളോടൊപ്പം പോകുവാനായിട്ട് ചാൻസ് കൂടുതലാണ് എന്നൊക്കെയുള്ള കാര്യമാണ്. അത് കേൾക്കുന്നതോടുകൂടി ബാനിക്കും പ്രീതിനും വല്ലാതെ ടെൻഷനാകുന്നു. അവരുടെ രണ്ടുപേരുടെയും ഭർത്താവ് ഒന്നാണെന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ലല്ലോ. ഇനി ജാസ് ആരുടെയെങ്കിലും കൂടെ പോകുമോ എന്ന ടെൻഷനായിരുന്നു രണ്ടുപേർക്കും. ആ ഒരു ടെൻഷനിലാണ് രണ്ടുപേരും വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ വരുന്ന പ്രീതിന് വല്ലാത്ത ടെൻഷൻ. ഇനി ജാസ് ആരുടെയെങ്കിലും കൂടെ പോകുമോ, മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുമോ എന്നൊക്കെയായിരുന്നു അവളുടെ ചിന്ത. അതുകൊണ്ട് തന്നെ ജാസിനൊപ്പം പോയി താമസിക്കാമെന്ന് കരുതി അടുത്ത ദിവസം തന്നെ ജാസിന്റെ വീട്ടിലേക്ക് പ്രീത് എത്തുകയാണ്. പക്ഷേ അതേ വീട്ടിൽ തന്നെ ബാനിയും ഉണ്ടല്ലോ. ആ ഒരു കാര്യം പ്രീതിനറിയത്തില്ല. പ്രീത് വീട്ടിലേക്ക് വരുന്നത് കണ്ട് ജാസ് വല്ലാത്ത ടെൻഷനാകും. അവൾ വീടിനുള്ളിലേക്ക് കടക്കുന്ന സമയം തന്നെയായിരുന്നു ബാനിയും ആ റൂമിലുണ്ടായിരുന്നത്. പ്രീത് അവരുടെ റൂം നോക്കുവാനായി ചെല്ലുന്ന സമയത്ത് ബാനി ഭാഗ്യത്തിന് വാഷ്റൂമിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും കണ്ടുമുട്ടിയതേയില്ല. ആ വീട്ടില് 2 മുറികളാണുള്ളത്. ഒരു മുറിയിൽ ജാസ് താമസിക്കുന്നത്, രണ്ടാമത്തെ മുറിയിൽ ജാസിന്റെ കൂട്ടുകാരൻ താമസിക്കുന്നത്. കൂട്ടുകാരനടുത്തേക്ക് ചെന്ന് ഈ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെടുന്നു. അങ്ങനെ കൂട്ടുകാരനും പുറത്തേക്ക് വരികയാണ്. അതേസമയം വാഷ്റൂമിൽ നിന്ന് ബാനി പുറത്തേക്ക് വരുന്നു. അത് കാണുന്ന ജാസും കൂട്ടുകാരനും പകച്ചു നിൽക്കുകയാണ്. കൂട്ടുകാരന്റെ കൈവശം ലേഡീസിന്റെ ഹാൻഡ് ബാഗും ഇരിക്കുന്നു. അത് പ്രീതിന്റേതാണ്. ഇതെന്താ ലേഡീസിന്റെ ഹാൻഡ് ബാഗ് ഒക്കെ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ബാനി ചോദിക്കുമ്പോൾ അത് ഇവനൊരു ഗേയാ, അതുകൊണ്ടാ ഇവന് ബാഗൊക്കെ ഇഷ്ടമെന്നുള്ള കാര്യം ജാസ് പറയുന്നു. അത് കേൾക്കുന്നതും ബാനി ഞെട്ടിപ്പോവുകയാ. ജാസ് തന്റെ തടി കേടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞത്. ഒരുവിധം കഷ്ടപ്പെട്ട് പ്രീതിനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അങ്ങനെ അടുത്ത ദിവസം പ്രീതും ബാനിയും വീണ്ടും കണ്ടുമുട്ടുന്നു. രണ്ടുപേരും ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുകയാണ്. രണ്ടുപേരും അവരുടെ ഭർത്താവിനെ വിളിച്ചിട്ട് ഈ കോഫി ഷോപ്പിലേക്ക് വരുവാനായും ആവശ്യപ്പെടുന്നു. രണ്ടാളും വിളിക്കുന്നത് ഒരാളിനെ തന്നെയല്ലേ. എന്നാൽ പ്രീതിനോട് ജാസ് പറയുന്നത് ഞാൻ ദേ കോഫി ഷോപ്പിലേക്ക് വരാമെന്നും ബാനിയോട് ജാസ് പറയുന്നത് ഇന്ന് എനിക്ക് പറ്റില്ല എന്നതുമായിരുന്നു. പറഞ്ഞതനുസരിച്ച് ജാസ് പ്രീതിനെ കാണുവാൻ വേണ്ടിയിട്ട് കോഫി ഷോപ്പിലേക്ക് എത്തുന്നു. അപ്പോഴാണ് പ്രീതിനൊപ്പം ബാനിയും ഇരിക്കുന്നത് ജാസ് കാണുന്നത്. അത് കാണുന്ന ജാസിന് ആകെ ടെൻഷനാകും. ഇനി എന്ത് ചെയ്യുമെന്നവൻ ചിന്തിച്ച് തലയിൽ ഒരു ഹെൽമറ്റും വെച്ചുകൊണ്ടാണ് പ്രീതിനടുത്തേക്ക് ചെല്ലുന്നത്. ഇതെന്താ ഹെൽമറ്റ് എന്നൊക്കെ ബാനി ചിന്തിക്കും. ആ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലുമാണ് അവൻ കഷ്ടപ്പെട്ട് സോൾവ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പതിവ് പോലെ ജോലിയെല്ലാം കഴിഞ്ഞ് ജാസും ജാസിന്റെ കൂട്ടുകാരനും വീട്ടിലേക്ക് എത്തുമ്പോഴോ അവിടെ വലിയ ബാഗൊക്കെ ഇരിക്കുകയാണ്. ആരായിരിക്കും വന്നതെന്ന് ജാസ് ചിന്തിക്കും. പ്രീതമാണോ എന്നാണ് അവൻ പേടിച്ച് നിൽക്കുന്നത്. പക്ഷെ വന്നത് ജാസിന്റെ അമ്മയായിരുന്നു. ബാനി ഗർഭിണിയാണെന്നുള്ള കാര്യം ജാസിന്റെ അമ്മ അറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ബാനിയെ നോക്കുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. അമ്മയ്ക്ക് ബാനിയെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ബാനിക്ക് ഗർഭകാലത്ത് കഴിക്കുവാൻ വേണ്ടിയിട്ട് ഉലുവ കൊണ്ടുള്ള ലഡു ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ഗർഭിണികൾ ഇത് കഴിക്കുന്നത് നല്ലതാണെന്ന് അമ്മ പ്രത്യേകം പറയും.
അന്ന് രാത്രി തന്നെ അതിൽ നിന്നും കുറച്ച് ലഡുവും എടുത്ത് ജാസ് നേരെ പോകുന്നത് പ്രീതത്തിനടുത്തേക്കാണ്. അവൾക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നു. കാരണം അവളുടെ വയറ്റിൽ വളരുന്നതും ജാസിന്റെ കുട്ടിയാണല്ലോ. ഇത് എവിടെന്നാ എന്നുള്ള കാര്യം പ്രീതും ചേട്ടനെ ചോദിക്കുമ്പോൾ എന്റെ അമ്മ കൊടുത്തുവിട്ടതാണെന്നാണ് ജാസ് കള്ളം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അമ്മ എവിടേക്ക് വരുത്തിക്കൂടെ എന്നാണ് പ്രീതും ചേട്ടനും ചോദിക്കുന്നത്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും അമ്മയില്ല. അപ്പോൾ ജാസിന്റെ അമ്മ വന്നു നിന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അയ്യോ, എന്റെ അമ്മ അച്ഛനെ വിട്ട് വരില്ല എന്നാണ് ജാസ് കള്ളം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയ അമ്മയെ കാണാമെന്ന് പ്രീതും ചേട്ടനും പറയുന്നു. അത് കേട്ട ജാസ് വല്ലാതെ ഞെട്ടിപ്പോവുകയും അത് വേണ്ട, ഞാൻ അമ്മയെ ഇവിടേക്ക് കൊണ്ടുവരാമെന്ന് അവൻ എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കും. ഈ ഒരു വിവരം ജാസ് കൂട്ടുകാരനോട് പറയുന്നു. എത്രയും വേഗം വാടകയ്ക്കൊരു അമ്മയെ കണ്ടുപിടിക്കണം, അഭിനയിക്കാനൊക്കെ പോകുന്ന സ്ത്രീ ആയിരിക്കണമെന്നും കൂട്ടുകാരനോട് പറയുന്നു. അടുത്ത ദിവസം അതനുസരിച്ച് അഭിനയിക്കുന്ന ഒരു സ്ത്രീയെയും കൊണ്ട് വരികയാണ്. ആ സ്ത്രീക്ക് വളരെ പ്രായം കുറവാണ്. എങ്കിലും അവർ നന്നായിട്ട് അഭിനയിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. സത്യത്തിൽ അവര് ഐറ്റം ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. എന്നാൽ ജാസിന്റെ അമ്മ എന്ന് പറഞ്ഞ് വന്നിട്ട് അവർ പോയതിനു ശേഷമാണ് അവരുടെ ഒരു ഐറ്റം ഡാൻസിന്റെ വീഡിയോ പ്രീതിന്റെ ചേട്ടൻ കാണുന്നത്. ഉടനെ തന്നെ ചേട്ടൻ ജാസിനോട് അത് ചോദിക്കുന്നു. ജാസ് ആണെങ്കിലോ വീണ്ടും പ്ലേറ്റ് തിരിക്കുകയാണ്. ഇതെന്റെ രണ്ടാനമ്മയാണ്. എന്റെ ആദ്യത്തെ അമ്മ മരിച്ചുപോയി. രണ്ടാനമ്മ എന്റെ സ്വന്തം മകനെ പോലെയാണ് കാണുന്നതെന്ന് വളരെ ഇമോഷണൽ ആയിട്ടാണ് ജാസ് സംസാരിക്കുന്നത്. അത് കേട്ട് പ്രീതും ചേട്ടനും ഒക്കെ വിശ്വസിക്കുന്നു. അങ്ങനെ രണ്ടാനമ്മയോട് പ്രീതിന്റെ ചേട്ടന് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുകയാണ്. രണ്ടാനമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറെ ഡ്രസ്സുകളും ആഭരണങ്ങളും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നു. അതെല്ലാം ജാസ് ശ്രദ്ധിക്കുന്നുണ്ട്. ജാസ് പ്രീതിനടുത്ത് വന്നിട്ട്, നിന്റെ ചേട്ടൻ എന്റെ രണ്ടാനമ്മയോട് എന്താ കാണിക്കുന്നത്? നിന്റെ ചേട്ടൻ എന്റെ രണ്ടാനമ്മയെ ഇഷ്ടമാണോ? അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നു എന്നുള്ള കാര്യം പ്രീതിനോട് പറയുന്ന സമയം തന്നെ പ്രീതിന് പെയിൻ വരികയാണ്. മാസം തികയുന്നതിന് മുൻപാണ് പ്രീതിന് പ്രസവ വേദന വന്നിരിക്കുന്നത്. ചില സമയത്ത് ഇതുപോലെ പ്രീമച്ചർ ഡെലിവറി നടക്കുമെന്നുള്ള കാര്യവും ഡോക്ടർ പറയുന്നു. ഹോസ്പിറ്റലിൽ നിൽക്കുകയായിരുന്ന ജാസിന് അമ്മയിൽ നിന്ന് കോൾ വരും. അമ്മയും അതേ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. കോൾ എടുത്ത ജാസ് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുമ്പോൾ ബാനിക്കും പ്രസവ വേദന വന്നു. അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണെന്നാണ് അമ്മ പറയുന്നത്. ഒരു ഘട്ടത്തിൽ ഡോക്ടറിന് ബാനിയുടെ ഹസ്ബൻഡും പ്രീതിന്റെ ഹസ്ബൻഡും ഒന്നാണെന്നുള്ള കാര്യം മനസ്സിലായി. ഈ ഒരു വിവരം പ്രീതിന്റെ ചേട്ടനോട് പറയുവാനായിട്ട് ഡോക്ടർ ഒരുങ്ങുന്ന സമയം തന്നെ ജാസ് കാശ് കൊടുത്തൊരു നഴ്സിനെ നിർത്തിയിരുന്നില്ലേ, ആ നഴ്സ് ഡോക്ടറിന്റെ അടുത്ത് വന്നിട്ട് ഡോക്ടറിന് അതേ ഹോസ്പിറ്റലിൽ തന്നെയുള്ള മറ്റൊരു നഴ്സുമായിട്ട് ബന്ധമുണ്ട്, ആ ഒരു ബന്ധത്തിനെ കുറിച്ചുള്ള കാര്യം ഞാൻ നിങ്ങളുടെ ഭാര്യയെ അറിയിക്കുമെന്ന് വിരട്ടുന്നതോടുകൂടി ഡോക്ടർ ഒന്നും പറയാതെയായി. അങ്ങനെ പ്രീതും പ്രസവിക്കുന്നു, ബാനിയും പ്രസവിക്കുന്നു. ബാനി ഒരു പെൺകുഞ്ഞിനും ജന്മം നൽകുന്നു, പ്രീത് ഒരു ആൺകുഞ്ഞിനും ജന്മം നൽകുന്നു. ജാസ് രണ്ടിടത്തും മാറിയും തിരിഞ്ഞു നിന്ന് കുഞ്ഞുങ്ങളെയൊക്കെ കാണുകയാണ്. അങ്ങനെ ഒരു മാസം കടന്നുപോയി. ചെക്കപ്പിന് വേണ്ടിയിട്ട് ജാസ് ബാനിയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന സമയം അതേ ഹോസ്പിറ്റലിൽ തന്നെ പ്രീതിനെയും കൊണ്ട് പ്രീതിന്റെ ചേട്ടൻ ചെക്കപ്പിന് വന്നിരിക്കുകയായിരുന്നു. എന്നാൽ ഇതൊന്നും ജാസിന് അറിയത്തില്ല. ബാനിയെ അവിടെ നിർത്തിയിട്ട് ഫയൽ വാങ്ങുവാനായിട്ട് ജാസ് പോയ സമയം ബാനി നേരെ വന്നിട്ട് ലിഫ്റ്റിലേക്ക് കയറുന്നു. അതേ ലിഫ്റ്റിൽ തന്നെയായിരുന്നു പ്രീതും ഉണ്ടായിരുന്നത്. രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുകയും പ്രസവിച്ച കാര്യമൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം ബാനിയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ലിഫ്റ്റിലേക്ക് വന്ന് കയറുകയാണ് ജാസ്. ആ ലിഫ്റ്റിൽ അപ്പോൾ ഉണ്ടായിരുന്നത് പ്രീതും ബാനിയും പ്രീതിന്റെ ചേട്ടനും ജാസ് രണ്ടാനമ്മ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന സ്ത്രീയിലെ അവരും പ്രീതിന്റെ ചേട്ടന്റെ കൂട്ടുകാരനുമായിരുന്നു. അവരെ കണ്ടതും ജാസ് ഷോക്കായി നിൽക്കുകയാണ്. ജാസിനെ കാണുന്ന ബാനി ഇതെന്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞ് പ്രീതിന് പരിചയപ്പെടുത്തുന്നു. ഇത് നിന്റെ ഹസ്ബൻഡോ? ഇതാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛനെന്ന് പറഞ്ഞ് പ്രീതും ജാസിനെ പരിചയപ്പെടുത്തുന്നു. രണ്ടിടത്തും കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. പക്ഷേ പ്രീതിന്റെ ചേട്ടന്റെ കാര്യം മനസ്സിലായി. തന്റെ കയ്യിലിരുന്ന് തോക്കെടുത്ത് ജാസിന് വെടിവെക്കുന്നു. അപ്പോൾ തന്നെ ലിഫ്റ്റ് കംപ്ലൈന്റ് ആവുകയും ലിഫ്റ്റ് താഴേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ കഷ്ടപ്പെട്ടാണ് ജാസ് അവിടെ നിന്നും രക്ഷപ്പെട്ടു ഓടുന്നത്. ഓടി പോകുന്ന സമയത്ത് ജാസിനൊരു കാര്യം ഓർമ്മ വരുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ക്ലീനിങ് സ്റ്റാഫ് ജാസിനോട് പറഞ്ഞിരുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഓടാൻ നിന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഓടാനേ കഴിയൂവെന്നത്. അത് ഓർമ്മ വന്ന ജാസ് ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നു. അതേസമയം എല്ലാവരും ജാസിനടുത്തേക്ക് വരികയാണ്. ബാനിയും പ്രീതും മാറി മാറി ജാസിനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താ ഈ കാര്യങ്ങളൊന്നും മുൻപേ പറയാത്തതെന്നാണ് രണ്ടുപേരും ചോദിക്കുന്നത്. ജാസ് ബാനിയോട് പറയുന്നത്, ഞാൻ നിന്നോടിതൊക്കെ പറയുവാനായിട്ടിരുന്നതാണ്. നീ അന്ന് എന്നെ ഉപേക്ഷിച്ച് പോയ സമയത്ത് നീ എന്താ പറഞ്ഞത്? മൂവ് ഓൺ ആകണമെന്ന്. ഞാൻ മൂവ് ഓൺ ആയി. ഞാൻ അങ്ങനെയാണ് പ്രീതുമായിട്ട് പ്രണയത്തിലായതും അവൾ ഗർഭിണിയായതും. പക്ഷേ നീ പ്രഗ്നന്റ് ആകുമെന്നും നീ തിരികെ വരുമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല.
ഹോസ്പിറ്റലിലായിരുന്നു. നിന്റെ ഡെലിവറിയിൽ കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ടാണ് നിനക്ക് ടെൻഷനാകുന്ന കാര്യമൊന്നും പറയണ്ടെന്ന് ഞാൻ കരുതി ഇതെല്ലാം മറച്ചു വെച്ചതെന്നും ജാസ് പറയുന്നു. എന്നോട് ഇത് തുറന്നു പറയാത്തത് എന്താന്ന് ചോദിക്കുന്ന സമയത്ത് ജാസ് പ്രീതിനോട് പറയുന്നത്, 5 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചതാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തുപോകാൻ കഴിയില്ല എന്ന് തോന്നിയതുകൊണ്ട് ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു. ആ സമയത്ത് ബാനി ഞാനുമായിട്ട് ഗുഡ് ബൈ പറഞ്ഞു പോയപ്പോൾ എന്നോട് മൂവ് ഓൺ ആകാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലായത്. ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം നിന്നോട് തുറന്നു പറയണമെന്ന് കരുതിയതാണ്. പക്ഷെ എന്ത് ചെറിയ കാര്യമുണ്ടായാലും നിന്റെ ചേട്ടൻ ഉടനെ തന്നെ തോക്കെടുത്ത് വിരട്ടാനാണല്ലോ തുടങ്ങുന്നത്. അത് കണ്ട് പേടിച്ചാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊന്നും പറയാതിരുന്നതെന്നും ജാസ് പറയുന്നു. എന്നാൽ അവർ രണ്ടുപേരും മാറി മാറി ജാസിനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതേസമയം ജാസ് ഡോക്ടറിന്റെ അവിഹിത ബന്ധത്തിനെ കുറിച്ചും പ്രീതിന്റെ ചേട്ടന്റെ കൂട്ടുകാരനും ഭാര്യയെ കൂടാതെ മറ്റൊരു കാമുകി കൂടിയുണ്ട്, ആ ഒരു കാര്യമൊക്കെ ജാസ് അവതരിപ്പിക്കുന്നു. ഇനി എനിക്ക് ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞ് ജാസ് അവരെ ഒന്ന് പേടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആ ഒരു ചെറിയ സ്ലാബിന്റെ മണ്ടയിൽ കയറി നിൽക്കുകയാണ്. എന്നാൽ അതേസമയം പ്രീതും ബാനിയും സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ബാനി പ്രീതിനോട് നീ ജാസിനെ എടുത്തോ എന്ന് പറയുന്നു. എന്നാൽ പ്രീത് ബാനിയോട് നീ ജാസിനെ എടുത്തോ എന്ന് പറയുന്നു. രണ്ടുപേർക്കും ജാസിനെ ഇപ്പോൾ വേണ്ട. അവർക്ക് രണ്ടുപേർക്കും വേണ്ട എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും. അവർ ആ ഒരു കാര്യം ജാസിനോട് തന്നെ തുറന്നു പറയുന്നു. അത് കേൾക്കുന്ന ജാസിന് വല്ലാതെ സങ്കടമാവുകയാണ്. ഈ സംസാരമെല്ലാം നടക്കുന്നതിനിടയിൽ തന്നെ പ്രീതിന്റെ ചേട്ടൻ തന്റെ തോക്കെടുത്ത് വീണ്ടും ഒരു പട്ടി ഷോ കാണിക്കും. അയാൾ തന്റെ തോക്കെടുത്ത് ആകാശത്തേക്ക് വെടിവെക്കും. അവിടെയുണ്ടായിരുന്ന പക്ഷികളെല്ലാം പറക്കുമ്പോൾ പക്ഷികളെല്ലാവരും വന്ന് ജാസിന്റെ ദേഹത്ത് മുട്ടുന്നതും ജാസ് അവിടെ നിന്നും താഴേക്ക് വീഴുന്നു. എന്നാൽ താഴെ ചെറിയൊരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ അതിന് മുകളിലാണ് ജാസ് വീണത്. ഭാഗ്യത്തിനവൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ കുറെ മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ജാസ് ഇപ്പോൾ തന്റെ കൂട്ടുകാരനൊപ്പം ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. പ്രീതിനും ജാസിനെ വേണ്ട, ബാനിക്കും ജാസിനെ വേണ്ട. രണ്ടുപേരും ജാസിനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. ഇപ്പോൾ ജാസ് ഒറ്റയ്ക്കാണ്, വല്ലാത്തൊരു മാനസികാവസ്ഥയിലും. അതേസമയം ജാസിനെ കാണുവാൻ വേണ്ടിയിട്ട് അവനടുത്തേക്ക് ദിശ എന്ന പെൺകുട്ടി വരുന്നു. ഈ ദിശ ആരെന്നാൽ ജാസിന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയോട് ക്രഷ് ഉണ്ടായിരുന്നു. അതേ പെൺകുട്ടി തന്നെയാണ് ദേ ഇപ്പോൾ വന്നിരിക്കുന്നത്. ദിശ ജാസിനടുത്തേക്ക് വരുന്നത് കാണുമ്പോൾ ജാസിന്റെ മനസ്സിൽ വീണ്ടും ലെഡ് പൊട്ടുന്നു. ഇനി ഇവളെ അങ്ങ് വളച്ചെടുത്താലോ എന്ന് ജാസ് ചിന്തിക്കും. എന്നാൽ ജാസിനടുത്തേക്ക് വന്ന ദിശ എന്റെ കല്യാണമായി, ഞാൻ അത് പറയാനാ വന്നതെന്ന് പറഞ്ഞ് അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനായ നകുലിനെ അടുത്തേക്ക് വിളിക്കുന്നു. എന്റെ കല്യാണത്തിന് നീ വേണം ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞിട്ട് നകുലിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ദിശയും പോകുവാനായി ഒരുങ്ങും. അത് കാണുമ്പോൾ ജാസിന് വല്ലാതെ സങ്കടം വരും. പോകാൻ ഒരുങ്ങുന്ന ദിശ തിരികെ ജാസിനടുത്തേക്ക് വന്നിട്ട്, ഞാൻ നിന്നെ പറ്റിച്ചതാ, അതെന്റെ ഫ്രണ്ടാ നകുൽ, ഞങ്ങൾ തമ്മിലുള്ള വിവാഹമൊന്നും ആയില്ല, ഞാൻ വെറുതെ ഒന്ന് പ്രാങ്ക് ചെയ്തതാണെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അതിൽ നിന്നും ജാസിന്റെ പുതിയ കണക്ഷൻ ഇനി ദിശയാണെന്ന് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.